ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 16-ാം അധ്യായം. പ്രിയവ്രത ചരിത്ര വർണ്ണനാവസരത്തിൽ ഭൂമിയിൽ സമുദ്രങ്ങളും ദ്വീപങ്ങളും വർഷങ്ങളുമുണ്ടായ വിവരം സാമാന്യമായി പറഞ്ഞത് വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്ന പരീക്ഷിത്തു രാജാവ് ശുകബ്രഹ്മർഷിയോട് ചോദിക്കുന്നതാണ് അടുത്ത അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. രാജോവാച ഉക്തസ്ത്വയാ ഭൂമണ്ഡലയാമാ വിശേഷോ യാവാദിത്യസ്തപതി യത്ര ചാസോ ജ്യോതിഷാം ഗണൈശ്ചന്ദ്രമാ വാ സഹ ദൃശ്യതേ. രാജാവ് ചോദിച്ചു, ഭൂമണ്ഡലത്തിൻ്റെ വിസ്താരവും ദൈർഘ്യവും സൂര്യപ്രകാശം എത്രത്തോളം വ്യാപിക്കുന്നുണ്ടോ അത്രത്തോളം അടങ്ങിയ ഭാഗവും ജ്യോതിർഗണങ്ങളോടുകൂടി ചന്ദ്രൻ കാണപ്പെടുന്ന ഊർധ്വലോകം വരെയും അങ്ങയാൽ പറയപ്പെട്ടുവല്ലോ. തത്രാഭി പ്രിയവ്രതരഥ ചരണ പരിഘാതേ സപ്തഭിഹി സപ്തസിന്ധവ ഉപക്ലിപ്ത യഥ ഏതസ്യ സപ്തദ്വീപ വിശേഷ വികൽപസ്ത്വയാ ഭഗവൻ ഖലു സൂചിത ഏതദേവാഖിലമഹം മാനതോ ലക്ഷണതശ്ച സർവം വിജിജ്ഞാസാമി. ഭൂമണ്ഡലത്തിൽ സൂര്യഗതിക്കനുസരിച്ച് മേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്ന പ്രിയവ്രത മഹാരാജാവിൻ്റെ രഥചക്രത്താൽ സംഭവിച്ച 7 കാതങ്ങൾ 7 സമുദ്രങ്ങളായി തീർന്നുവെന്നും അത് നിമിത്തം ഭൂമിയിൽ 7 ദ്വീപങ്ങൾ ഉണ്ടായി എന്നും അങ്ങ് സൂചിപ്പിച്ചുവല്ലോ. ഹേ ഭഗവാൻ, ആ സംഗതി മുഴുവനും സപ്തദ്വീപങ്ങളുടെ വിസ്താരരൂപമായ അളവും ഓരോ ദ്വീപത്തിൻ്റെയും അസാധാരണ ലക്ഷണവും വിവരമായി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപ ആവേശിതം മനോഹ്യ ഗുണേഭി സൂക്ഷ്മതമാ ആത്മജ്യോതിഷി പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാക്യേ ക്ഷമമാവേശിതും തതുഹൈതത് ഗുരോർഹസ്യനു വർണ്ണയിതുമിതി. വിസ്തരിച്ച് കേൾപ്പാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രയോജനം പറയുന്നു. ഭഗവാന്റെ ഗുണമയമായ സ്ഥൂലരൂപമാണല്ലോ ലോകങ്ങൾ. അതിൽ ഉറപ്പിക്കപ്പെട്ട മനസ്സ് ഗുണാതീതവും അത്യന്ത സൂക്ഷ്മവും ആത്മപ്രകാശ സ്വരൂപവും ഭഗവാൻ വാസുദേവൻ എന്ന നാമധേയത്തോടു കൂടിയതുമായ പരബ്രഹ്മത്തിൽ പ്രവേശിപ്പാൻ അർഹമായി വരുമല്ലോ. ഹേ ഗുരു, അതുകൊണ്ടതിനെ ക്രമത്തിൽ അങ്ങ് വർണ്ണിച്ചു കേൾപ്പിക്കുവാൻ അർഹനാകുന്നു എന്നാണ് രാജാവിൻ്റെ പ്രാർത്ഥന. ഋഷിരുവാച ന വൈ മഹാരാജ ഭഗവതോ മായാഗുണവിഭൂതേഹേ കാഷ്ടാം മനസാ വചസാ വാദിഗന്ധുമലം വിബുധായുഷാഭി പുരുഷസ്തസ്മാത് പ്രാധാന്യേനൈവ ഭൂഗോളകവിശേഷം നാഭരൂപമാനലക്ഷണതോ വ്യാഖ്യാസ്യാമഹ. ഋഷി അരുളി ചെയ്തു, ഹേ മഹാരാജാവേ, ഭഗവാന്റെ സ്ഥൂലരൂപമായ ലോകത്തിൻ്റെ വിശേഷ വിജ്ഞാനത്തിൽ അങ്ങയുടെ താത്പര്യം ശ്ലാഘ്യം തന്നെ. എന്നാൽ മായയുടെ ഗുണങ്ങളായ സത്വാദികളെ ആശ്രയിച്ചിട്ടുണ്ടായ ഭഗവാന്റെ സ്വരൂപ വിസ്താരത്തിൻ്റെ അവധി മനസ്സുകൊണ്ട് നിശ്ചയിപ്പാനോ വാക്കുകൊണ്ട് പറയുവാനോ ദേവന്മാർക്കുള്ള ആയുഷ്കാലം സിദ്ധിച്ചാൽ കൂടി മനുഷ്യന് സാധിക്കുന്നതല്ല. അതുകൊണ്ട് പ്രധാന സംഗതികൾ മാത്രം വിസ്തരിച്ചും കൊണ്ട് ഭൂഗോളത്തിൻ്റെ വിശേഷ രൂപഭേദങ്ങൾ, നാമഭേദങ്ങൾ, അളവുകൾ, അസാധാരണ ലക്ഷണങ്ങൾ എന്നിവയെ അങ്ങയോട് വിവരിക്കാം. യോ വായം ദീപഃ കുവലയ കമല കോശാഭ്യന്തര കോശോ നിയുതയോജന വിശാലഃ സമവർത്തുളോ യഥാ പുഷ്കരപത്രം. ഭൂവലയമാകുന്ന മഹാതാമരസ പുഷ്പത്തിൻ്റെ മൊട്ടുകൾ പോലെയുള്ള 7 ദ്വീപങ്ങളിൽ വച്ച് അന്തർഭാഗത്തുള്ള മൊട്ട് യാതൊന്നോ അതാകുന്നു ജംബുദ്വീപം. 1,00,000 യോജന വിസ്താരവും അത്ര തന്നെ ദൈർഘ്യവുമുള്ളതാകുന്നു. താമരയില പോലെ സമാവൃത്തകാരമാണെന്ന് പറയാം. യസ്മിന്നിവ വർഷാണി നവയോജന സഹസ്രായാമാന്യഷ്ടഭി മര്യാദ ഗിരിഭിഹി സുവിഭക്താനി ഭവന്തി. ഈ ജംബൂദ്വീപത്തിൽ 9 വർഷങ്ങളുണ്ട്. ഓരോന്നിനും 9,000 യോജന വീതം വിസ്താരവുമുണ്ട്. ഈ ഖണ്ഡങ്ങളെ ശരിക്ക് വേർതിരിക്കുന്നത് അതിർത്തികളായി കിടക്കുന്ന 8 പർവ്വതങ്ങളാകുന്നു. യേഷാം മധ്യേ ഇളാവൃതം നാഭാഭ്യന്തര വർഷം യസ്യ നാഭ്യാമവസ്ഥിതഃ സർവതഃ സൗവർണഃ കുലഗിരിരാജോ മേരുർദീപായാം അസമുന്നാഹഃ കർണികാഭൂതഃ കുവലയ കമലസ്യ. ഈ ഖണ്ഡങ്ങളുടെ നടുവിലാണ് ഇളാവൃതം എന്ന ഖണ്ഡം. അതിൻ്റെ നാഭിസ്ഥാനത്തിൽ കൂടി വ്യാപിച്ചിരിക്കുന്നു സുവർണമയമായ മേരുപർവ്വതം. ഇതിനെ കുലപർവ്വത രാജനെന്നു പറയാം.
ജംബൂദ്വീപത്തിനാകെയുള്ള വിസ്താരമായ 1,00,000 യോജന തന്നെ ഈ പർവ്വതത്തിൻ്റെ ഉയരം. ഇത് ഭൂമിയാകുന്ന താമര പുഷ്പത്തിൻ്റെ കർണികയായിട്ടിരിക്കുന്നു. മൂർധനി 32 സഹസ്രയോജനവിതതോ മൂലേ 16 താവതാന്തർഭൂമ്യാം പ്രവിഷ്ടഃ. ഭൂമിയാകുന്ന താമരപുഷ്പത്തിൻ്റെ കർണികാഭൂതമായ മേരുപർവ്വതത്തിൻ്റെ മൂർധാവിൽ 32,000 യോജനയും മൂലത്തിൽ 16,000 യോജനയും ഭൂമിയുടെ അന്തർഭാഗത്തിൽ അത്രത്തോളം യോജനയും വിസ്താരമുണ്ട്. ഉത്തരോത്തരേളാവൃതം നീലശ്വേതഃ ശൃംഗവാനിധി ത്രയോ രമ്യക ഹിരണ്മയകുരുണാം വർഷാണാം മര്യാദാഗിരേഃ പ്രാഗായത ഉഭയതഃ ക്ഷാരോദാവതയോ ദ്വിസഹസ്രപൃഥവ ഏകൈകശഃ പൂർവസ്മാദുത്തര ഉത്തരോ ദശാംശാധികാംശേന ദൈർഘ്യ ഏവ ഹ്രസന്തി. ഇളാവൃതത്തിൻ്റെ വടക്ക് നീലപർവ്വതം, പിന്നെ രമ്യകവർഷം, അതിൻ്റെ വടക്കേ അതിർത്തി ശ്വേതപർവ്വതം, പിന്നെ ഹിരണ്മയവർഷം, അതിൻ്റെ വടക്കേ അതിർത്തി ശൃംഗവാൻ എന്ന പർവ്വതം, പിന്നെ കുരുവർഷം. ഇങ്ങനെ 3 പർവ്വതങ്ങൾ 3 വർഷങ്ങളുടെ അതിർത്തികളായിട്ട് നിൽക്കുന്നു. ഇവയുടെ നീളം കിഴക്കു പടിഞ്ഞാറായിട്ടാണ്. കിഴക്കും പടിഞ്ഞാറുമുള്ള ലവണസമുദ്രങ്ങളെ തൊട്ടുകിടക്കുന്നു. 2000 യോജന പ്രകാരം ഓരോ പർവ്വതങ്ങൾക്കും വിസ്താരമുണ്ട്. ഓരോ പർവ്വതങ്ങളും ആദ്യമുള്ളതിൽ നിന്ന് ഉത്തരോത്തരമുള്ളതിന് 10 നീളം കുറഞ്ഞിരിക്കും. ഉയരമോ വിസ്താരമോ കുറവില്ല. ഏവം ദക്ഷിണേനേളാവൃതം നിഷദോ ഹേമകൂടോ ഹിമാലയ ഇതി പ്രാഗായത യഥാ നീലാദയോ യുദയോ ജനോത്സേദ ഹരിവർഷ കിം പുരുഷ ഭാരതാനാം യഥാ സംഖ്യം. ഇപ്രകാരം ഇളാവൃത വർഷത്തിൻ്റെ തെക്ക് നിഷദപർവ്വതം, അതിനുശേഷം ഹരിവർഷം, അതിൻ്റെ തെക്ക് ഹേമകൂട പർവ്വതം, അതിനുശേഷം കിംപുരുഷ വർഷം, അതിൻ്റെ തെക്ക് ഹിമാലയ പർവ്വതം, പിന്നെ ഭാരതവർഷം. ഈ പർവ്വതങ്ങളുടെയും നീളം കിഴക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലുള്ള ലവണസമുദ്ര പര്യന്തമാകുന്നു. എല്ലാ പർവ്വതങ്ങളുടെയും ഉയരം അയുതം യോജന തന്നെ. ഈ പർവ്വതങ്ങൾക്കും ആദ്യം ഉള്ളതിൽ നിന്ന് ഉത്തരോത്തരം 10 വീതം നീളം കുറവുണ്ട്. വിസ്താരത്തിലും ഉയരത്തിലും സമം തന്നെ. തഥൈവേളാവൃതമപരേണ പൂർവേണ ച മാല്യവത് ഗന്ധമാദനാവാ നീലനിഷദായതോ 200 പപ്രദദുഃ കേതുമാല ഭദ്രാശ്വയോഃ സീമാനം വിദദാതേ. അപ്രകാരം തന്നെ ഇളാവൃത വർഷത്തിൻ്റെ പടിഞ്ഞാറ് മാല്യവാൻ പർവ്വതം, അതിനുശേഷം കേതുമാല വർഷം, കിഴക്ക് ഗന്ധമാദന പർവ്വതം, അതിനുശേഷം ഭദ്രാശ്വവർഷം, മാല്യവാൻ നീലപർവ്വതം വരെയും ഗന്ധമാദനം നിഷദപർവ്വതം വരെയും വ്യാപിച്ചു കിടക്കുന്നു. മന്ദരോ മേരുമന്ദരഃ സുപാർശ്വഃ കുമുദ ഇത്യയുധയോജന വിസ്താരോന്വഹ മേരോശ്ചതുർദിശമവഷ്ടംബഗിരയ ഉപക്ലിപ്താഃ. മന്ദരം, മേരുമന്ദരം, സുപാർശ്വം, കുമുദം എന്ന 4 പർവ്വതങ്ങൾ അയുധയോജന വിസ്താരവും അത്ര തന്നെ ഉയരവും ഉള്ളവ മഹാമേരുവിൻ്റെ 4 ഭാഗത്തും ആശ്രയ പർവ്വതങ്ങളായിട്ട് ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചതുർശ്വേതേഷു ചൂതജംബൂകദമ്പന്യഗ്രോധാശ്ചത്വാരഃ പാദപ്രവരാഃ പർവ്വതകേതവ ഇവാദിസഹസ്രയോജനോന്യാഹാസ്താവദ്വിടപവിതതയഃ ശതയോജന പരിണാഹാഃ. ഈ 4 പർവ്വതങ്ങളിൽ ക്രമേണ മന്ദരപർവ്വതത്തിൽ ചൂതവൃക്ഷം, മേരുമന്ദിരത്തിൽ ജംബൂവൃക്ഷം, സുപാർശ്വത്തിൽ കദംബവൃക്ഷം, കുമുദത്തിൽ നെഗ്രോധം എന്ന 4 വൃക്ഷങ്ങൾ പർവ്വതങ്ങളുടെ കൊടികളെന്ന പോലെ നിൽക്കുന്നുണ്ട്. ഇവയ്ക്ക് 1000-ലധികം യോജന ഉയരവും അത്രത്തോളം തന്നെ കൊമ്പുകളുടെ വിസ്താരവുമുണ്ട്. ഹ്രദാശ്ചത്വാരഃ പയോമദ്ദിക്ഷു രസമൃഷ്ടജല യദുപസ്പർശിന ഉപദേവഗണ യോഗൈശ്വര്യാണി സ്വാഭാവികാനി ഭരതർഷഭ ധാരയന്തി. പാൽ, തേൻ, ഇക്ഷുരസം, ശുദ്ധജലം എന്നിവയുള്ള 4 കയങ്ങൾ ആ 4 പർവ്വതങ്ങളിലുണ്ട്. ആ ജലത്തെ സേവിക്കുന്ന ഉപദേവഗണങ്ങൾ അണിമാതി യോഗസിദ്ധികളെ ഹേ ഭരതകുലശ്രേഷ്ഠ പ്രയത്നം കൂടാതെ ധരിക്കുന്നു. ദേവോദ്യാനാനി ച ഭവന്തി ചത്വാരി നന്ദനം ചൈത്രരഥം വൈബ്രാജകം സർവതോ ഭദ്രമിതി. നന്ദനം, ചൈത്രരഥം, വൈബ്രാജകം, സർവതോഭദ്രം എന്നുപേരുള്ള
4 ദേവോദ്യാനങ്ങളുമുണ്ട്. യക്ഷ്യേമര പരിവൃഢാഃ സഹസുരുലലാലലാമയൂതപതയ ഉപദേവഗണൈരുപഗീയമാനമഹിമാനഃ കില വിഹരന്തി. ആ ദേവോദ്യാനങ്ങളിൽ ദേവസ്ത്രീകളിൽ ശ്രേഷ്ഠകളായവരുടെ സംഘത്തോടുകൂടി വന്നിരിക്കുന്നവരും ഉപദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന മഹിമയോട് കൂടിയവരുമായ ദേവശ്രേഷ്ഠന്മാർ ക്രീഡിക്കുന്നു. മന്ദരോത്സംഗ ഏകാദശശതയോജനോത്തുംഗ ദേവചൂതശിരസോ ഗിരിശിഖരസ്ഥൂലാനി ഫലാന്യമൃതകൽപ്പാനി പതന്തി. മന്ദരപർവ്വതത്തിൻ്റെ ശിഖരത്തിൽ 1100 യോജന ഉയരമുള്ള ദേവചൂത വൃക്ഷശിരസ്സിൽ നിന്ന് പർവ്വതശിഖരം പോലെ വലിപ്പമുള്ളവയും അമൃതം പോലെ രസാവഹങ്ങളുമായ ഫലങ്ങൾ വീഴുന്നുണ്ട്. തേഷാം വിശീര്യമാണാനാം അതിമധുര സുരഭി സുഗന്ധി ബഹുളാരുണരസോദേനാരുണോദ നാമനദി മന്ദരഗിരിശിഖരാന്നി പതന്തി പൂർവേണേളാവൃതമുപപ്ലാവയതി. ഉടഞ്ഞു തകർന്നിരിക്കുന്ന ആ ഫലങ്ങളുടെ അതിമധുരവും സുരഭി സുഗന്ധിയും അത്യരുണ നിറമുള്ളതുമായ രസത്തിൻ്റെ പ്രവാഹം നിമിത്തം അരുണോദ എന്നു പേരായ നദി മന്ദരശിഖരത്തിൽ നിന്ന് പുറപ്പെട്ട് ഇളാവൃത വർഷത്തിൻ്റെ പൂർവ്വഭാഗത്തെ നനച്ചുകൊണ്ടൊഴുകുന്നു. യദുപജോഷണാത് ഭവാന്യ അനുചരീണാം പുണ്യജനവധൂനാം അവയവസ്പർശ സുഗന്ധവാദോ ദശയോജനം സമന്താദനുവാസയതി. ഭവാനി ദേവിയുടെ ഒരുമിച്ചു സഞ്ചരിക്കുന്ന പുണ്യജന സ്ത്രീകൾ ആ നദീജലത്തെ പാനം ചെയ്യുന്നത് കൊണ്ട് സുഗന്ധമുള്ള അവരുടെ അവയവങ്ങളിൽ തട്ടി ലഭിക്കുന്ന സൗരഭ്യത്തെ വഹിച്ച കാറ്റ് 10 യോജന സമചതുരം സുഗന്ധമാക്കി തീർക്കുന്നു. ഏവം ജംബുബലാനാം അത്യുച്ഛ നിവാത വിശീർണാനാം അനസ്തിപ്രായാണാമിബകായ നിഭാനാം രസേന ജംബൂനാമ നദീ മേരുമന്ദിര ശിഖരാദയുദാധികയോജനാദവനീതലേ നിബദന്തി ദക്ഷിണേനാത്മാനം യാവതിളാവൃതമുപസ്യന്തയതി. ഇതേ പ്രകാരം അത്യുന്നത സ്ഥാനത്തിൽ നിന്ന് വീണതുകൊണ്ട് പൊട്ടിത്തകർന്നതും അന്തർഭാഗത്തിൽ അതികൃശമായ ബീജത്തോടുകൂടിയതും ആനയുടെ ശരീരം പോലെ വലിപ്പമുള്ളതുമായ ജംബൂബലങ്ങളുടെ രസപ്രവാഹം നിമിത്തമുണ്ടായിരിക്കുന്ന ജംബൂ എന്നു പേരായ നദി 10,000-ലധിക യോജന ഉയരമുള്ള മേരുമന്ദര ശിഖരത്തിൽ നിന്ന് ഭൂതലത്തിൽ വീഴുകയും തെക്കുഭാഗത്തെ ഇളാവൃത വർഷത്തെ ചുറ്റി പ്രവഹിക്കുകയും ചെയ്യുന്നു. താവതുഭയോരപി രോദസോർയ മൃത്തിക തദ്രസേന അനുവിദ്യമാന വാര്യർക്ക സംയോഗ വിഭാഗേന സദാമര ലോകാവരണം ജാംബൂനദം നാമ സുവർണം ഭവതി. ആ നദിയുടെ ഇരു കരകളിലുമുള്ള മണ്ണ് ഇതിലെ ജലസ്പർശം നിമിത്തം കാറ്റും വെയിലും തട്ടിയിട്ടുണ്ടാകുന്ന വികാരത്താൽ സ്വർഗലോകത്തിലുള്ളവർക്ക് അലങ്കരിക്കുവാൻ തക്കതായ ആഭരണങ്ങളെ നിർമ്മിക്കുവാൻ ഉപകരിക്കുന്ന സ്വർണമായി ഭവിക്കുന്നു. ജംബൂനദിയിലെ ജലമാഹാത്മ്യത്താൽ ഉണ്ടായതുകൊണ്ട് അതിന് ജാംബൂനദം എന്ന പേരുണ്ടായി. യദുഹവാവ വിബുധാദയഃ സഹ യുവതിഭിർ മുകുടകടകകടിസൂത്രാദ്യാഭരണ രൂപേണ ഖലു ധാരയന്തി. ആ സുവർണം കൊണ്ട് ദേവന്മാരും അവരുടെ ഭാര്യമാരും കിരീടം, കടകം, കടിസൂത്രം എന്നീ ആഭരണങ്ങൾ ഉണ്ടാക്കി ധരിക്കുന്നു. യസ്തു മഹാകദംബഃ സുപാർശ്വനിരൂഢോ യാസ്തസ്യ കോടരേഭ്യോ വിനിസൃതഃ പഞ്ചായാമപരിണാഹാഃ പഞ്ചമധുധാരാഃ സുപാർശ്വശിഖരാത് പതന്ത്യോ പരേണാത്മാനമിളാവൃതമനുമോദയന്തി. സുപാർശ്വപർവ്വതശിഖരത്തിൽ യാതൊരു മഹാകദംബ വൃക്ഷമുണ്ടോ അതിൻ്റെ കോടരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നവയും 5 മാറ് വീതിയുള്ളവയുമായ 5 മധുധാരകൾ സുപാർശ്വശിഖരത്തിൽ നിന്ന് വീഴുന്നവയായിട്ട് ഇളാവൃത വർഷത്തിൻ്റെ പടിഞ്ഞാറുകൂടി ഒഴുകി ആ ദിക്കിലെ ജനങ്ങൾക്ക് അതിയായ സന്തോഷത്തെ ജനിപ്പിക്കുന്നു. യാ ഹ്യുപയുഞ്ജാനാനാം മുഖനിർവാസിതോ വായു സമന്താച്ഛതയോജനാമനുവാസയതി. ആ ജലധാരകൾ പാനം ചെയ്യുന്നവരുടെ മുഖത്തിൽ നിന്ന് വ്യാപിക്കുന്ന വായു 100 യോജന സമചതുരം വാസന ഉളവാക്കുന്നു. ഏവം കുമുദനിരൂഢോ യഃ ശതവത്സോ നാമ വടസ്ഥസ്യ സ്കന്ധേഭ്യോ നീചീനാഃ പയോദതിമധു കൃത ഗുഡാനാദ്യംബര ശയ്യാസനാഭരണാദയഃ സർവ ഏവ കാമദുഃഖാ നദാഃ കുമുദാഗ്രാത് പതന്തസ്തം ഉത്തരേണ ളാവൃതമുപയോജയന്തി.
ഇപ്രകാരം കുമുദപർവ്വത ശിഖരത്തിലുള്ള ശതവത്സം എന്നുപേരായ വടം യാതൊന്നോ അതിൻ്റെ കൊമ്പുകളിൽ നിന്ന് താഴെ വീഴുന്ന പാൽ, തൈർ, തേൻ, നെയ്യ്, ശർക്കരരസം, അന്നം, വസ്ത്രം, ശയ്യ, ആസനം, ആഭരണം എന്നിവയുള്ള നദങ്ങൾ സർവവും ആഗ്രഹിക്കുന്ന സകല സാധനങ്ങളെയും ജനിപ്പിക്കുന്നവയാകുന്നു. അവ കുമുദ പർവ്വത ശിഖരത്തിൽ നിന്നൊഴുകി ഇളാവൃത വർഷത്തിൻ്റെ വടക്കുഭാഗത്തെ നനയ്ക്കുന്നു. യാനുപജൂഷാണാനാം ന കഥാചിദപി പ്രജാനാം വലീപലിതക്ലമസ്വേദ ദൗർഗന്ധ്യ ജരാമയുധ മൃത്യു ശീതോഷ്ണ വൈർവർണ്യോപസർഗാദയസ്താപ വിശേഷാ ഭവന്തി യാവജ്ജീവം സുഖം നിരതിശയമേവ. ആ വക നദികളിലെ ജലങ്ങളെയും പദാർത്ഥങ്ങളെയും സേവിക്കുന്ന പ്രജകൾക്ക് ഒരു കാലത്തും ശരീരത്തിൽ ജരാനരകൾ, ക്ഷീണം, വിയർപ്പ്, ദുർഗന്ധം, രോഗം, അകാലമരണം, ശീതബാധ, ഉഷ്ണബാധ, നിറഭേദം മുതലായ ദോഷങ്ങളോ താപങ്ങളോ ഉണ്ടാകുകയില്ല. ജീവിതകാലം മുഴുവനും സർവോത്കൃഷ്ടമായ സുഖമുണ്ടാകും. കുരംഗ കുരരഘുസുംഭ വൈക കങ്ക ത്രികൂട ശിശിരപതംഗ രുചക നിഷധ ശ്രീനിവാസ കപില ശംഖ വൈദൂര്യ ജാരുതി ഹംസർഷഭ നാഗ കാലഞ്ചര നാരദാദയോ വിംശതി ഗിരയോ മേരോഹോ കർണികായ ഇവ കേസരഭൂത മൂലദേശേ പരിത ഉപക്ലിപ്താഃ. കുരംഗം, കുരരം, കുസുംബം, വൈഗംഗം, ത്രികൂടം, ശിശിരം, പതംഗം, രുചകം, നിഷധം, ശിനീവാസം, കപിലം, ശംഖം, വൈദൂര്യം, ജാരുതി, ഹംസം, ഋഷഭം, നാഗം, കാലഞ്ചരം, നാരദം ആദി എന്നിങ്ങനെ പേരുള്ള 20 പർവ്വതങ്ങൾ മഹാമേരുവാകുന്ന കർണികയുടെ കേസരങ്ങളെന്ന പോലെ മൂലപ്രദേശത്തിൽ 4 ഭാഗത്തും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജഡര ദേവകൂടൗ മേരും പൂർവേണാഷ്ടദശയോജനസഹസ്രമുദഗായതൗ ദ്വിസഹസ്രം പൃഥുതുംഗൗ ഭവതഃ. ഏവം അപരേണ പാവനപാരിജാതൗ ദക്ഷിണേന കൈലാസകരവീരൗ പ്രാഗായതാവേവമുത്തരതഃ. ത്രിശൃംഗമകരാവഷ്ടഭിരേതൈഃ പരിസ്തൃതോഗ്നിരിവ പരിതശ്ചകാസ്തി കാഞ്ചനഗിരിഃ. മേരുവിൻ്റെ കിഴക്കുഭാഗത്ത് ജഡരം, ദേവകൂടം എന്ന 2 പർവ്വതങ്ങളുണ്ട്. 18,000 യോജന വടക്ക് നീണ്ടുകിടക്കുന്നു. 2,000 യോജന ഉയരവും വലിപ്പവുമുണ്ട്. ഇപ്രകാരം മേരുവിൻ്റെ പടിഞ്ഞാറ് പവനം, പാരിജാതം എന്ന 2 പർവ്വതങ്ങൾ. ഈ 2 പർവ്വതങ്ങളുടെ നീളവും വലിപ്പവും ഉയരവും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ മേരുവിൻ്റെ തെക്കുഭാഗത്ത് കൈലാസം, കരവീരം എന്ന 2 പർവ്വതങ്ങൾ. ഇവ കിഴക്കു പടിഞ്ഞാറ് 18,000 യോജന നീളവും 2,000 യോജന ഉയരവും വലിപ്പവുമുള്ളവ. ഇതേ പ്രകാരം മേരുവിൻ്റെ വടക്ക് ത്രിശൃംഗം, മകരം എന്ന 2 പർവ്വതങ്ങൾ. നീളം, ഉയരം, വലിപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. ഇപ്രകാരം 8 പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്വർണ്ണമയമായ മഹാമേരു അഗ്നി എന്ന പോലെ 4 ഭാഗത്തും പ്രകാശത്തെ വ്യാപിപ്പിച്ചും കൊണ്ട് ശോഭിക്കുന്നു. ചുറ്റുമുള്ള പർവ്വതങ്ങൾ രജതമയങ്ങളാണെന്ന് കൈലാസ സാദൃശ്യം നിമിത്തം ധരിക്കണം. മേരോർ മൂർധനി ഭഗവത ആത്മയോനേർ മധ്യത ഉപക്ലിപ്തം പുരീമയുധയോജന സാഹസ്രീം സമചതുരസ്രാം ശാതകൗംബീം വദന്തി. മേരുവിൻ്റെ ശിരസിൻ മധ്യഭാഗത്തിൽ ഭഗവാനായ ബ്രഹ്മദേവൻ്റെ പുരി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1 കോടി യോജന സമചതുരം ആ പുരിയുടെ വിസ്താരം. ശാതകൗംബി എന്നു പേർ. മനോവതി എന്നു പറയപ്പെടുന്ന ബ്രഹ്മപുരം സ്വർണ്ണമയമായതുകൊണ്ടാണ് ശാതകൗംബി എന്നുകൂടി പറഞ്ഞത്. താമനുപരിതോ ലോകപാലാനാമഷ്ടാനാം യഥാദിശം യഥാരൂപം തുരീയമാനേന പുരോഷ്ടാവുപക്ലിപ്താഃ. ബ്രഹ്മപുരിയുടെ ചുറ്റും 8 ദിക്കുകളിൽ അഷ്ടദിക്പാലന്മാരുടെ പുരികളിരിക്കുന്നു. ഇന്ദ്രന് കിഴക്ക്, വന്നിക്ക് തെക്ക് കിഴക്കേ കോൺ, ഇങ്ങനെ പൂർവാദി ദിഗ്ഭാഗങ്ങളിൽ അതാതു ദേവന്മാരുടെ യോഗ്യതാനുസരണം പുരികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ പുരികളുടെയും വിസ്താരം 25 ലക്ഷം യോജനയാകുന്നു. ഇന്ദ്രാദി ദേവന്മാരുടെ പുരികളുടെ നാമധേയങ്ങൾ ഇതര പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ ഇവിടെ ചേർക്കാം. ഇന്ദ്രൻ്റെ പുരി അമരാവതി, അഗ്നിയുടെ തേജോവതി, യമൻ്റെ സംയമിനി, നിരുർദയുടെ കൃഷ്ണാങ്കന, വരുണൻ്റെ ശ്രദ്ധാവതി, വായുവിൻ്റെ ഗന്ധവതി, കുബേരൻ്റെ മഹോദയ, ഈശാനൻ്റെ യശോവതി എന്നിങ്ങനെയാണ് നാമധേയങ്ങൾ കൊടുത്തിരിക്കുന്നത്. 16-ാമത്തെ അധ്യായം സമാപിച്ചു. 17-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.